ഇൻഫ്ലുവൻസറും ആക്ട്രസുമായ പാർവതി കൃഷ്ണയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് യോഗ, അതായത് പുള്ളിക്കാരിയുടെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഫേസ് യോഗ പുള്ളിക്കാരി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരി ഇതേപോലെ ഫേസ് യോഗ ഇതേപോലെ ഇതിൽ നിന്ന് ഒരു ഡൽഹി പോയിട്ട് കണ്ട് പഠിച്ചിട്ട് പുള്ളിക്കാരി കുറേ പേർക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. അതായത് ഈ ഫേസ് യോഗ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ട്രാൻസ്ഫോർമേഷൻ വരുത്താൻ പറ്റുമെന്നാണ് പാർവതി പറയുന്നത്. അത് പുള്ളിക്കാരി കുറേ ട്രാൻസ്ഫോർമേഷൻ വീഡിയോസ് പുള്ളിക്കാരിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കൂടെ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ ക്ലയൻസിൻ്റെ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് പുള്ളിക്കാരി, അതായത് പിന്നെ ഭയങ്കരമായിട്ട് അത് ഫേസ് യോഗ എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഉടായിപ്പാന്ന രീതിയിൽ കുറേ ഡോക്ടർമാരും കുറേ ഇൻഫ്ലുവൻസേഴ്സും രംഗത്ത് വന്നിട്ടുണ്ട്. എന്താ സത്യാവസ്ഥ എന്ന് പറയണ്ടേ? എന്തായാലും പുള്ളിക്കാരുടെ വീഡിയോ ഫസ്റ്റ് നമുക്കൊന്ന് കാണാം. ഹലോ, എൻ്റെ പേര് പാർവതി കൃഷ്ണ. ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാനൊരു കുറച്ച് ഫേസ് യോഗ ക്ലാസ്സസ് എടുക്കുന്നുണ്ടായിരുന്നു. ഐ ഗോട്ട് സർട്ടിഫൈഡ് ഫ്രം ഹൗസ് ഓഫ് ബ്യൂട്ടി. നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ ചെന്നാൽ ചിലപ്പം എൻ്റെ വീഡിയോസൊക്കെ കാണാം, കാരണം ഞാൻ അവിടെ നിന്നാണ് സർട്ടിഫൈഡ് ആയത് ഫസ്റ്റ്. അപ്പം ഇത് ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് തന്നെ, എനിക്ക് എൻ്റെ ഫേസിൽ ബോട്ടോക്സോ ഫില്ലേഴ്സ് ഒന്നും ചെയ്യാൻ ഉള്ള താല്പര്യം ഇല്ലാതിരുന്നത് കൊണ്ട് നാച്ചുറലി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഫേസ് യോഗ എന്നൊരു ടെക്നിക്കിനെ പറ്റി ഞാൻ ആദ്യമായി കാണുന്നത്. അത് ഈ വിഭൂതി അരോറ എന്ന് പറയുന്ന പുള്ളിക്കാരിയുടെയാണ് ഞാൻ കാണുന്നത്. അതിനുശേഷം ഞാൻ പുള്ളിക്കാരിയുടെ അവിടെ പോയി, ഡൽഹി പോയി ഞാൻ പഠിച്ച് ഞാൻ എക്സാം എഴുതി. ഐ ഗോട്ട്. പാർവതി പറഞ്ഞ ഈ ഫേസ് യോഗയുടെ ഇത് പുള്ളിക്കാരി ഡൽഹി പോയി പഠിച്ച് സർട്ടിഫിക്കേഷൻ എടുത്തെന്നാണ് പാർവതി പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ടെക്നിക്കലി ഈ ഫേസ് യോഗ എന്ന് പറഞ്ഞ സാധനം പ്രാക്ടിക്കലി പോസിബിൾ ആണോ? ബാക്കി കൂടെ കാണാം. ഓൺലൈൻ പോലും അല്ല, ഓൺലൈൻ ഇങ്ങനെ പഠിച്ചിട്ട് ഒരുപാട് പേര് ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ ഞാൻ ഓൺലൈൻ പോലും ഇല്ല, കാരണം അത്രയും ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് അത്രയും നല്ലപോലെ പഠിക്കണം എന്നായിരുന്നു തുടങ്ങിയത്. അതിനുശേഷം കഴിഞ്ഞൊരു 8 മാസമായിട്ട് ഞാൻ ഒരു 1000കണക്കിന് സ്റ്റുഡൻസിന്, ക്ലയൻസിന് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. സ്ഥിരമായിട്ട് എൻ്റെ അടുത്ത് വന്ന് യെസ്, 1000കണക്കിന് സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുന്നു. അതെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം ത്രൂയിലൂടെ പുള്ളിക്കാരി ഓരോ കാര്യങ്ങൾ കാണിക്കും. ഇതിൽ കൂടെ പുള്ളിക്കാരി ഓൺലൈൻ, അതായത് ഇത്രയും പെർട്ടിക്കുലർ എമൗണ്ട് ചാർജ് ചെയ്യും. ആ വഴി ഇവർക്ക് ക്ലയൻസിനെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് പുള്ളിക്കാരി എന്താ ഇത് ബേസിക്കലി ഇത് എങ്ങനെ ക്ലയൻസിനെ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫേസ് യോഗ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ കാണിക്കുന്നുണ്ട്. അതായത് ഇത്രയും 70 kg ഉള്ള ഒരാളെ 50 kg ആക്കി, ഫേസ് യോഗ ചെയ്ത് 50 kg ആക്കി, ആ രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആണ് പുള്ളിക്കാരി ബേസിക്കലി ഇടുന്നത്. പുള്ളിക്കാരിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ആണ്. പുള്ളിക്കാരി പ്രഗ്നൻസി ടൈം ഇരുന്ന സമയത്ത് ഭയങ്കര ചബ്ബിയായിട്ടിരുന്ന സമയത്തും പിന്നെ പുള്ളിക്കാരി ഈ ഫേസ് യോഗ ചെയ്ത് പിന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്തൊരു ഇതും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. അതിന് ബാക്കി ഈ വീഡിയോ നമുക്കൊന്ന് കാണാം ഫുള്ളായിട്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു 1 വീക്കായിട്ട്, ഇതുവരെ ഇല്ലാതെ കഴിഞ്ഞൊരു 1 വീക്കായിട്ട് മിസ്റ്റർ ചന്ദ്രശേഖർ രമേശ് എന്ന് പറഞ്ഞ ഒരാൾ ഒരു വീഡിയോ ചെയ്യുകയും അതിന് പിന്നാലെയായിട്ട് ഒരുപാടധികം ആളുകൾ യൂട്യൂബിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുകയും കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് അവരുടെ പാർട്ട് ഓഫ് ജോബ് ആയിരിക്കും, ബട്ട് ഇറ്റ്സ് ഫൈൻ. പക്ഷേ എന്ത് തട്ടിപ്പാണ് ഞാൻ നടത്തുന്നത് എന്നാണ് എനിക്കറിയേണ്ടത്. കാരണം ഒരിടത്ത് പഠിച്ച് സർട്ടിഫൈഡ് ആയ ഒരാൾ ഒരു ഫേസ് യോഗ എന്നൊരു ക്ലാസ്സസ് എടുക്കുന്നു. യെസ്, ഈ ഫേസ് യോഗയുടെ ഈ പുള്ളിക്കാരി ഇത് ഓൺലൈനിൽ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അതായത് ചില ഡോക്ടർമാർ കുറേ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ടെക്നിക്കലി പോസിബിൾ അല്ലെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാർവതി ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു ഇത് ശരിക്കും പറഞ്ഞാൽ ഉടായ്പ പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ വന്നത്. അപ്പോൾ പാർവതി എന്നത് ബേസിക്കലി ചോദിക്കുന്നത് വെച്ചാൽ ഞാൻ എന്ത് പരിപാടി കാണിച്ചത്, അതായത് സർട്ടിഫിക്കേഷൻ ഒക്കെ ഒറിജിനലാണ്, ഞാൻ പോയി പഠിച്ച സാധനമാണ്. ഓക്കെ, സമ്മതിച്ചു. പാർവതിയുടെ ഈ സർട്ടിഫിക്കേഷൻ ഫേസ് യോഗ എന്ന് പറഞ്ഞ സർട്ടിഫിക്കേഷൻ പാർവതി പോയി പഠിച്ചു. പാർവതിക്ക് ജെന്യൂൻ സർട്ടിഫിക്കേഷനാണ് ഉള്ളത്. പക്ഷേ ഈ ഫേസ് യോഗ ചെയ്ത് കഴിഞ്ഞാൽ ടെക്നിക്കലി എങ്ങനെയാണ് നമ്മുടെ ഇത് മാറുന്നത് അത് പുള്ളിക്കാരി പറഞ്ഞിട്ടില്ല. അതായത് ഫേസിൽ നമ്മൾ ഒരു 30 ദിവസം ചുമ്മാ ഫേസിൽ ഇങ്ങനെ എക്സ്പ്രഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തടി ഒരിക്കലും കുറയത്തില്ല, ഫേസിലെ തടി കുറയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ നമ്മുടെ ഭൂരിഭാഗം ജിമ്മിൽ ജോയിൻ ചെയ്യുന്ന പ്രായമുള്ള ആൾക്കാർ വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ജിമ്മിൽ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ജിമ്മിൽ എനിക്ക് വയറ് മാത്രം കുറച്ചാൽ മതി, വേറെ ഒന്നും കുറയ്ക്കേണ്ടെന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ എന്തെങ്കിലും യോഗ ചെയ്താൽ പോരെ. പ്രോപ്പറായ ഒരു ഡയറ്റും പ്രോപ്പറായ ഒരു വർക്കൗട്ടും ഇല്ലാണ്ട് നമുക്ക് ഒരിക്കലും ഫേസിൽ അത്രയും ഹ്യൂജ് ഡിഫറൻസ് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ യോഗാസ് ഒക്കെ ചെയ്യുന്ന കുറേ പേരുണ്ട്, ഈ വർക്കൗട്ട് ചെയ്യാത്ത കുറേ പേര് യോഗാസ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ യോഗാസ് ചെയ്യുന്നവർ അവർക്കൊരു പെർട്ടിക്കുലർ ഡയറ്റ് ഉണ്ട്. ഈ യോഗ ചെയ്യുന്നവർക്ക് ഒരു പ്രോപ്പർ ഡയറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഫേസ് യോഗയും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ അടിച്ച് നോക്കി. ഇപ്പോൾ നമുക്ക് ചാറ്റ് GPT ഒക്കെ ഉള്ള സമയത്താണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചാറ്റ് GPTയിൽ അടിച്ച് നോക്കി ഈ ഫേസ് യോഗ ടെക്നിക്കലി പോസിബിൾ ആണെന്ന് ചോദിക്കുക. അപ്പോൾ അവർ സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഇതല്ല എന്നാൽ വ്യക്തമായി ജെമിനിയിലോ ചാറ്റ് GPTയിലോ എവിടെയാണെന്ന് വെച്ചാൽ അടിച്ച് നോക്ക്. 2026 നമുക്ക് AI-നോട് ചോദിക്കാം ഇത് ടെക്നിക്കലി നടക്കുന്ന കാര്യമാണോ. സ്റ്റഡീസും പറയുന്നുണ്ട്, സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു എവിഡൻസും ഇല്ല ഇത് ഫേസ് യോഗ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ട്രാൻസിഷൻ നടത്താൻ പറ്റുന്നു എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ എന്ത് ബാക്ക്ഗ്രൗണ്ടിലാണ് പുള്ളിക്കാരി പറയുന്നത് ഇതേപോലെ ഹ്യൂജ് ട്രാൻസിഷൻ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നതിൻ്റെ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം പുള്ളിക്കാരിക്ക് പറയാൻ പറ്റുന്നില്ല. പുള്ളിക്കാരി ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരി നല്ല രീതിയിൽ ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട്. അതേസമയത്ത് പുള്ളിക്കാരിക്ക് അതേപോലത്തെ കമൻറ്റ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നുന്നു. പുള്ളിക്കാരി പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് ഇതേപോലെ ഓരോരോ വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അതിൽ ബാക്കിയും കൂടെ കാണാം.
അത് പഠിച്ചിട്ട് മാത്രമാണ്. ഞാനിപ്പം സർട്ടിഫൈഡ് ഒന്നും ആവാതെ ഞാൻ വന്ന് ക്ലാസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഓക്കെ ഞാൻ ചെയ്യുന്ന ഒരു ഉഡായിപ്പ് പരിപാടിയാണ്, ഞാൻ ചെയ്യുന്ന ഒരു തട്ടിപ്പാണെന്നുള്ളത്. അല്ലാതെ എന്തിന്റെ ബേസിലാണ് തട്ടിപ്പ് അല്ലെങ്കിൽ ഉഡായിപ്പ് എന്ന 2 വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നൊന്നും എനിക്കറിയണം. നിങ്ങൾ പലവരും എനിക്ക് പേഴ്സണലി ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, പലവരും പല വീഡിയോസ് അയക്കുന്നുണ്ട്, പല യൂട്യൂബേഴ്സും ചെയ്ത സാധനങ്ങൾ, ഈവൻ ക്യാപ്ഷൻ പോലും അവർ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി. ആ കാര്യത്തിൽ പറഞ്ഞാൽ അത് സിമ്പിളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. അതായത് പാർവതി പറയുന്നുണ്ട് ഇതേപോലെ യോഗ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പാർവതി പറയുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എങ്ങനെ സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യം എങ്ങനെയാണ് നടക്കുന്നതെന്നാണ് ചോദിക്കുന്നത് ആൾക്കാർ. അത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഓവറോൾ നമ്മുടെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കുറഞ്ഞാൽ നമുക്ക് നോർമലി ഒരു തടിയുള്ള ഒരാൾക്ക് എപ്പോഴും ഫേസ് എപ്പോഴും ചബ്ബിയായിട്ടിരിക്കുന്നത്, അയാളുടെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കുറയും തോറും അയാളുടെ ഫേസ് മെലിയാൻ തുടങ്ങും. അല്ലാണ്ട് ഫേസ് മാത്രമായിട്ട് നമുക്ക് യോഗ ചെയ്ത് വെച്ച് ഫേസ് മാത്രം അത് ബോഡി വലുതും ഫേസ് ചെറുതുമാക്കി എടുക്കാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം യോഗ ഇപ്പം നമ്മൾ നോർമൽ ബേസിക് യോഗ ചെയ്താൽ തന്നെ നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഡയറ്റ് എന്നുള്ള സാധനമുണ്ട്. ആ ഡയറ്റ് എന്ന് പറഞ്ഞ സാധനമാണ്, ഡയറ്റ് എന്നുള്ള സാധനം ഇല്ലെങ്കിൽ യാതൊരു ഗുണവുമില്ല. ഈ ട്രാൻസ്ഫോർമേഷൻ ചുമ്മാ നമുക്ക് ഇത് യോഗ, ഈ ഫേസ് യോഗ എന്ന് പറയുന്നത് ചുമ്മാ നമ്മൾ ഈ മുഖത്ത് ഇതേപോലെ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ 30 അല്ല 1 വർഷം ചുമ്മാ അതിട്ട് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കില്ല. നമുക്ക് ഈ ഇവിടുത്തെ ടിഷ്യൂസിനൊക്കെ കുറച്ചും കൂടെ ബ്ലഡ് സർക്കുലേഷൻ കിട്ടുമെന്നല്ലാണ്ട് അവിടെ ഒരു ഹ്യൂജ് നമുക്ക് മാറ്റം കാണാൻ പറ്റത്തില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണ്ടത്തരമാണ്. അത് നമ്മളിപ്പോൾ 2026 ജസ്റ്റ് AI ഉണ്ട്, ജെമിനി ഉണ്ട്, ChatGPT ഉണ്ട്, ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായി മനസ്സിലാവും. ഞാൻ മാത്രമല്ല ക്ലാസ് എടുക്കുന്നുണ്ട്, എസ്പെഷ്യലി കേരളത്തിൽ. എന്തുകൊണ്ട്? വൈ മീ? വൈ ഓൺലി മീ? ഇതൊരു ചോദ്യമല്ലേ? എനിക്കൊന്ന് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ആ സാധനം വെച്ച് നമ്മൾ പ്രഗ്നൻസി എടുക്കുന്ന ഇതുവരെ ഉണ്ട് അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റ്. അത് ശരിക്കും പറഞ്ഞാൽ ചിലവർ പറയുന്നുണ്ട് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. അത് പക്ഷേ ഇന്ത്യയിൽ ലീഗലാണ്. ആ സാധനം ഉപയോഗിച്ച് മറ്റേ ഈ പ്രഗ്നൻസി ചെയ്യുന്ന ചിലവരൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല, ബാൻ ചെയ്യുന്നില്ല? അതേപോലത്തെ വേറൊരു ഐറ്റമാണ് ഈ ഫേസ് യോഗ എന്ന് പറഞ്ഞ സാധനം. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ യോഗയായിട്ട് എന്തെങ്കിലും റിലേറ്റഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഈ യോഗ ഇൻസ്ട്രക്ടറായിട്ട്. ഇവരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ച സമയത്ത് ഫേസ് യോഗ ശരിക്കും പറഞ്ഞാൽ ടെക്നിക്കലി അങ്ങനെ യാതൊരു ഗുണവും ഇല്ലാത്തൊരു ഇതാണ്. നമ്മൾ നോർമലി യോഗ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അനങ്ങുമ്പോഴത്തേക്കാണ് നമ്മുടെ ഇത് ഫാറ്റ്സ് ഒക്കെ ബേൺ ആവുന്നത്. നമ്മുടെ ബോഡിയിലെ ഫാറ്റ് ബേൺ ആവുന്ന സമയത്താണ് നമ്മൾ എന്തെങ്കിലും പണി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഫാറ്റ്സ് ഒക്കെ ബേൺ ആവും. അങ്ങനെ ബേണായി പോയി കഴിഞ്ഞാൽ മാത്രം നമുക്ക് നോർമലി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ തടിയൊക്കെ കുറയും. ആ തടി കുറയുന്നതോടെ നമ്മുടെ വയറ്റിലെ തടിയും മറ്റേ ഇതിൻ്റെയൊക്കെ തടി കുറയുന്നതനുസരിച്ച് നമ്മുടെ ഫേസിലെയും ഇതും ചുങ്ങി തുടങ്ങും. അതായത് ഇപ്പോൾ ഒരാൾക്ക് തടിക്ക് ഒരു ബൾക്ക് ചെയ്യുന്ന ഒരാൾക്ക് വയറ് വെക്കും. അതായത് ഒരാൾ ഇപ്പോൾ ബൾക്ക് ചെയ്യാന്ന് വെച്ചോ, ഫുഡൊക്കെ കഴിച്ചാൽ ബൾക്ക് ചെയ്യുകയാണെങ്കിൽ അയാളുടെ വയറ് ചാടും, ബാക്കി കയ്യിലെ അവിടുത്തെ വണ്ണം കൂടും, ഫേസിൽ ഇച്ചിരി ചബ്ബി ഫേസായി മാറും. അത് നോർമലി നമ്മുടെ ഫുള്ളായിട്ട് അല്ലാണ്ട് നമുക്ക് പെർട്ടിക്കുലറായിട്ട് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. അത് പാർവതി പറഞ്ഞതിൽ ഏറ്റവും വലിയ മണ്ടത്തരം. അത് ഫേസ് യോഗ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ അപ്പാടെ അത് പാർവതിയുടെ ഞാൻ ആ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫ്രം ദിസ് ടു ദിസ്, അതായത് പുള്ളിക്കാരി ഇന്നത്തെ കാണിക്കുന്ന ഫ്രം ദിസ് ടു ദിസ്. ഇന്നത്തെ ഫസ്റ്റിന് കാണിച്ച പുള്ളിക്കാരി പ്രഗ്നൻസി ടൈമിലുള്ള ഒരു ഫോട്ടോയാണ്. രണ്ടാമത് കാണിച്ച പുള്ളിക്കാരി ഫേസ് യോഗ ചെയ്ത ട്രാൻസിഷനാണ് കാണിക്കുന്നത്. ഇങ്ങനത്തെ ട്രാൻസിഷൻ നോർമലി പ്രഗ്നൻസി ടൈമിൽ എല്ലാ പെണ്ണുങ്ങളും ഇച്ചിരി ഫാറ്റി ചബ്ബിയായിട്ടായിരിക്കും ഇരിക്കുന്നത്. പ്രഗ്നൻസി കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടി നോർമലായിട്ട്. പക്ഷേ ഇതേപോലെ മറ്റേ ഈ ഫേസ് യോഗ ചെയ്ത് മാത്രമാണ് ഇങ്ങനെ ഇതേപോലത്തെ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നത് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ പ്രോപ്പറായ ഡയറ്റും അതിൻ്റെ വർക്കൗട്ടും ഒക്കെ ചെയ്യാണ്ട് നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ചിലവർ നമ്മുടെ യോഗ ക്ലാസ്സിലൊക്കെ യോഗ ടീച്ചേഴ്സ് ഉണ്ട്. ഈ യോഗ ടീച്ചേഴ്സൊക്കെ രാവിലെ എണീച്ച് അവർ 5 മണിക്ക് എണീച്ചിട്ട് ഇത്രയും ഭക്ഷണം കഴിച്ചിട്ട് ഇത്രയും മണിക്ക് അവരുടെ ഒരു വർക്കൗട്ട്, സൂര്യ നമസ്കാരം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതിനുശേഷം അവർ ഇങ്ങനെ ഇത്രയും മണിക്കൂർ 1 മണിക്കൂറാണെങ്കിൽ ഇത്രയും ഒരു ഫുഡ് കഴിക്കും. അങ്ങനെ പ്രോപ്പർ ഡയറ്റ് അനുസരിച്ച് അവർ ഫുഡ് കഴിക്കുന്നതുകൊണ്ടാണ് അവർ അത്രയും ഹെൽത്തി ആയിട്ട് യോഗ ഇൻസ്ട്രക്ടേഴ്സൊക്കെ ഭയങ്കര ഹെൽത്തി ആയിട്ടിരിക്കുന്നത്. നിങ്ങൾ കമ്പ്യൂട്ടറിന് മുമ്പിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചുമ്മാ വായും വീർപ്പിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ട്രാൻസ്ഫോർമേഷൻ നടക്കാത്ത കാര്യമാണ്. പ്രോപ്പറായിട്ടൊരു ഡയറ്റും ഒരു കാര്യവും ഇല്ലാണ്ട് ഒരു പ്രോപ്പർ വർക്കൗട്ടും ഇല്ലാണ്ട് ചുമ്മാ നമ്മൾ ഫേസ് യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ടെക്നിക്കലി ഇമ്പോസിബിൾ ആണ്. പിന്നെ വേറെ കുറേ എനിക്കൊരു ഇതേപോലെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ടെന്ന് കുറേ പേര് ഇങ്ങനെ ചിലവർ കമൻറ്റ് ഇടുന്നുണ്ട്. പക്ഷേ അത് എന്ത് അടിസ്ഥാനം, അതായത് സയൻറ്റിഫിക്കലി അത് പ്രൂവൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല. അതിൻ്റെ അടിയിൽ വേറെ കുറേ ഡോക്ടർമാർ കമൻറ്റ് ഇടുന്നുണ്ട്. ആ ഡോക്ടർമാർ ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് സർട്ടിഫൈഡ് കോഴ്സൊക്കെയാണ്, സോ കോൾഡ് സർട്ടിഫൈഡ് കോഴ്സൊക്കെയാണ് സംബന്ധിച്ചു. പക്ഷേ ഇത് ടെക്നിക്കലി സയൻറ്റിഫിക്കലി പ്രൂവൺ എന്ന് പറഞ്ഞാൽ കുറേ ഡോക്ടർമാരും കമൻറ്റ് ചെയ്യുന്നു. ഇതേപോലെ ഡോക്ടർമാർ കമൻറ്റ് ചെയ്യുന്നു. അതിൻ്റെ താരെ പുള്ളിക്കാരി പറയുന്നുണ്ട് വാട്ട് ഇഫ് ഐ പ്രൂവ് യു റോങ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി അതിൻ്റെ താരെ കമൻറ്റ് ചെയ്തത്. പുള്ളിക്കാരി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി നല്ല രീതിയിൽ ഒഫൻഡഡ് ആയിട്ട് പുള്ളിക്കാരി ഭയങ്കര രീതിയിൽ ട്രിഗേർഡ് ആവുന്നുണ്ട്.
അതായത് പുള്ളിക്കാരിക്ക് എന്താ സംഭവം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എന്താ സംഭവം എന്ന്. അതാണ് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ഫേസ് യോഗ എന്ന് പറഞ്ഞ സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫേസ് യോഗ മാത്രം ചെയ്തുകൊണ്ട് ഒരു 30 days ട്രാൻസ്ഫോർമേഷൻ ഒരിക്കലും നടത്താൻ പറ്റത്തില്ല. അത് 100% കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതായത് ഫേസ് യോഗ ചെയ്തുകൊണ്ട് മാത്രം ഇത്രയും പുള്ളിക്കാരി എന്നിട്ട് പറയുന്നുണ്ട്, ഒരിക്കലും ഒരു 30 ദിവസമല്ല, ഒരു 3 മാസം എടുത്തോ നിങ്ങൾ തോന്നിയ പോലെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ തോന്നിയ പോലെ ജീവിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും നിങ്ങൾ ഫേസ് യോഗ ചെയ്താൽ ഒരു ഉണ്ടംപൊഴി നടക്കാൻ പോകുന്നില്ല. യോഗ മാത്രം നമ്മളിപ്പോൾ ഒരു വർക്കൗട്ട് ചെയ്യുന്നത്, ജിമ്മിൽ പോയിട്ടൊരു വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ ജിമ്മിൽ പോയി ഈ ഡംബിൾസ് ഒക്കെ എടുത്ത് പൊക്കിയിട്ടും കാര്യമില്ല. ഡയറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതാണ് നമ്പർ 1 സാധനം. അതിന് പ്രയോറിറ്റി കൊടുക്കാണ്ട് നമ്മൾ എന്ത് ഉണ്ടംപൊരി ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. എന്തുകൊണ്ട് ഞാൻ മാത്രം എന്നുള്ളൊരു കാര്യത്തിൽ പല യോഗ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ പോയി യോഗ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കൂ. മുംബൈ, ഡൽഹിയിലൊക്കെ യോഗ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ അവർ പാർട്ടായിട്ട് ഇത് പഠിപ്പിക്കുന്നുണ്ട്. യോഗയിൽ തന്നെ ഫേഷ്യൽ എക്സസൈസ് എന്ന് പറഞ്ഞ് അവിടെ ചെയ്യിപ്പിക്കുന്നുണ്ട്. യോഗ ചെയ്യുന്നവർക്കാണെങ്കിൽ അതറിയാം. ഞാൻ എവിടെയെങ്കിലും പറഞ്ഞോ നിങ്ങൾ ബോട്ടോക്സ് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഫില്ലേഴ്സ് ചെയ്യാൻ പാടില്ല? യെസ്, ഫേഷ്യൽ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് യോഗ എന്ന് പറഞ്ഞ സാധനമില്ല. ഫേഷ്യൽ എക്സസൈസ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ അത് മസിൽസിൻ്റെ അവിടെ ബ്ലഡ് ഫ്ലോ കൂട്ടാനായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതൊക്കെ കറക്റ്റാണ്. ഫേസ് യോഗ എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. ഫേസ് യോഗ എന്ന സാധനമുണ്ട്, പക്ഷേ ടെക്നിക്കലി ഇത് ഒരു യോഗയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമല്ല. ഇത് ആക്ച്വലി ഭയങ്കര നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള യോഗ ചെയ്യുന്ന ഒരാളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായി മനസ്സിലാവും. പാടില്ല, എനിക്കത് ചെയ്യാൻ താല്പര്യമില്ലാഞ്ഞോണ്ട് ഞാൻ നാച്ചുറൽ ടെക്നിക്കൽ വഴി ഞാൻ നോക്കിയതാണ്. എവിടെയെങ്കിലും ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും, നിങ്ങൾ ഡയറ്റ് ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ വേറെ സ്ട്രെങ്ത് വർക്കൗട്ടൊന്നും ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു. ഡിഡ് ഐ ടെൽ യു ലൈക്ക് ദാറ്റ്? സ്ട്രെങ്ത് വർക്കൗട്ട് ചെയ്യലെന്ന് പറഞ്ഞു, ഡയറ്റ് എടുക്കലെന്ന് പറഞ്ഞു. അതായത് ഈ ഡയറ്റും സ്ട്രെങ്ത് വർക്കൗട്ടും ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബോഡിയിൽ ഫാറ്റും ഇതും കുറയും. പിന്നെ എന്തിനാണ് നമ്മൾ ഈ ഫേസ് യോഗ ചെയ്യുന്നത്? അത്ര ഒരു ചോദ്യമേ ഉള്ളൂ. അതാണ് എല്ലാവരും ചോദിക്കുന്നത്, സിമ്പിൾ ചോദ്യം. അതായത് ഒരാൾക്ക് ഡയറ്റും ഒരു സ്ട്രെങ്ത് വർക്കൗട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു തടിയുള്ള ഒരാൾക്ക് പ്രോപ്പർ ഡയറ്റും സ്ട്രെങ്ത് വർക്കൗട്ടിങ് വർക്കൗട്ട് കൊടുത്തു കഴിഞ്ഞാൽ 100% അയാളുടെ ഡയറ്റ് ഫോളോ ചെയ്ത് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ 100% അയാളുടെ തടിയും കുറയും, അയാളുടെ ഫേസിൻ്റെ ഫാറ്റും കുറയും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം എന്തിനാണ് പിന്നെ ഇത് അഡീഷണലി ഫേസ് യോഗ എന്ന് ചോദിക്കുന്നത് ആൾക്കാർ? അത്രേ ഉള്ളൂ. അതായത് ഈ ഫേസ് യോഗ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്കാരി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫേസ് യോഗ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ പുള്ളിക്കാരി ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫേസ് യോഗ മാത്രം ചെയ്ത് നിങ്ങൾ ഡയറ്റ് എന്തിനാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്, നിങ്ങൾ ഫിസിക്കൽ വർക്കൗട്ട് എന്തിനാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്? ഫിസിക്കലായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്കും പ്രോപ്പറായിട്ട് ഡയറ്റ് എടുക്കുന്ന ആൾക്കും എന്തിനാണ് ഈ ഫേസ് യോഗ? അത് യൂസ്ലെസ് ആയിട്ടുള്ള കാര്യമാണ്. അതപ്പോൾ ആൾക്കാർക്ക് തെറ്റായ ഒരു ധാരണ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഒരാൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തി 70 കിലോയിൽ 80 കിലോയിൽ നിന്ന് 70 കിലോ ആക്കി ഇത് വെറും ഫേസ് യോഗ മാത്രം ചെയ്തിട്ടാന്ന് പറയുമ്പോൾ ആൾക്കാരെ പറ്റിക്കുന്ന പോലെ പോകും. അതാണ് പറയുന്നുള്ളൂ. അത് ഈ ഡോക്ടർമാർ അതാണ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. ഈ ഡോക്ടർമാരും ഈ പാർവതി ഇപ്പോൾ റിയാക്ട് ചെയ്തിടാനുള്ള കാരണം ഒരു ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞൊരു വീഡിയോ ആണ്. ആ ഡോക്ടർ വ്യക്തമായി പറയുന്നുണ്ട് നടക്കാത്ത കാര്യങ്ങളുണ്ട്, സ്റ്റഡീസ് നടത്തിയ കാര്യങ്ങളും എല്ലാം വ്യക്തമായി പറയുന്നുണ്ട്. വിത്ത് പുള്ളിക്കാരൻ സയൻറ്റിഫിക് പ്രൂഫ് ഉൾപ്പെടെയാണ് പറയുന്നത്. അത് പുള്ളിക്കാരിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അത്രേ ഉള്ളൂ. എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക.